ഈ ഒരു മേക്കപ്പ് ലുക്ക് എല്ലാം ഒരു റിവേഴ്സ് ഓർഡറിലാണ് വരുന്നത്. പിന്നെ മിക്കതും ക്രീം പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം സ്റ്റെപ്പ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്രൈമറിൽ നിന്നാണ്. ഞാൻ ഓൾറെഡി എൻ്റെ സ്കിൻ കെയർ ഒക്കെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ എല്ലാം അപ്ലൈ ചെയ്തു. സോ ഇനി നമുക്ക് ഒരു പ്രൈമർ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നൈക്കയുടെ പ്രപ്മി അപ്പ് പ്രൈമറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൈമർ ഞാൻ മുഴുവൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. എസ്പെഷ്യലി മൂക്കിൻ്റെ അവിടെ, കവിളിലും ഒക്കെ, നമ്മുടെ പോർസ് ഉള്ള അവിടെയൊക്കെ. ഓക്കെ, ഇതൊരു സിലിക്കോൺ ബേസ്ഡ് പ്രൈമറാണ്. പ്രൈമർ ഞാൻ മുഖത്ത് മുഴുവൻ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അടുത്തത് ഞാൻ എൻ്റെ പുരികം ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ആദ്യം തന്നെ പുരികം ലൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് സെറ്റായിട്ടിരിക്കും. നമുക്ക് ലാസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യേണ്ടി വരും, പക്ഷേ എന്നാലും നമുക്ക് അത്ര പണി വരില്ല. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബെനിഫിറ്റിൻ്റെ ബ്രൗ ജെല്ലാണ്. ഇത് കുറേ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത്തിരി വില കൊടുത്ത് വാങ്ങിയാലും നല്ല വെർത്താണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ പുരികം നന്നായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യുകയാണ്. നമ്മളെന്തായാലും ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം എന്തായാലും പുരികത്തിലൊക്കെ ചെറുതായിട്ടെങ്കിലും ഫൗണ്ടേഷനൊക്കെ ആവും. പക്ഷേ ഈ ഒരു മേക്കപ്പ് ലുക്ക് അല്ലെങ്കിൽ ഈ ഒരു ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന ടെക്നിക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് പ്രോഡക്റ്റ് കുറച്ച് മതി, പ്രത്യേകിച്ച് ഫൗണ്ടേഷൻ. അതാണല്ലോ നമ്മുടെ ബേസ്. ഐബ്രോസ് എന്തായാലും സെറ്റായി. ഇനി നമുക്ക് ഇതിൽ മിക്കതും ക്രീം പ്രൊഡക്റ്റുകളാണ്. ഇപ്പം ഞാൻ കുറേ ക്രീം പ്രൊഡക്റ്റിൻ്റെ ഫേവറേറ്റുമാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു കോണ്ടൂർ സ്റ്റിക്കാണ്, ഷുഗറിൻ്റെ. നിങ്ങളത് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഞാൻ കുറേ പ്രാവശ്യം യൂസ് ചെയ്തു ഓൾറെഡി. ഇപ്പം തന്നെ ഒരു ബ്രഷിൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇപ്പോൾ ഇനിയുള്ളത് ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. കാരണം ഫാൻ ഇടാതെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ സംസാരിക്കുന്നതൊന്നും നിങ്ങൾക്ക് കേൾക്കില്ല, മനസ്സിലാവില്ല, ക്ലിയർ ആവില്ല. അപ്പോൾ ഞാൻ സംസാരം നിർത്തിയിട്ട് ഞാൻ മേക്കപ്പ് മാത്രം ചെയ്യണം. അപ്പോൾ ഞാൻ ഇനിയുള്ളത് വോയിസ് ഓവർ കൊടുക്കാം. അപ്പോൾ ഞാൻ കോണ്ടോർ അപ്ലൈ ചെയ്തു. നെറ്റിയിൽ, കവിളിൽ, താടിയിലും ഒക്കെ ഒന്ന് ഷേപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു കോണ്ടോർ ബ്രഷുണ്ട്. അപ്പോഴത്തെ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ശബ്ദമുണ്ട് കേട്ടോ നല്ലോണം. മൂക്ക് കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കെ ബ്യൂട്ടിയുടെ ഈ ഒരു പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഷാർപ്പ് ആയിട്ട് വരയ്ക്കാനും ഷാർപ്പായിട്ടുള്ള നോസ് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്ന് പെൻസിലുകൊണ്ട് ഒന്ന് ലൈൻ ചെയ്തിട്ട് ബ്രഷുണ്ട്, കോണ്ടൂർ ബ്രഷുണ്ട്, ഒന്ന് ബ്ലെൻഡ് ചെയ്യുകയാണ്. ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഞാൻ ചെറുതായിട്ടൊന്ന് പുരികത്തിൻ്റെ തൊട്ട് താഴേയിലേക്ക് ചേർത്തിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്തും നമുക്ക് നല്ലൊരു മൂക്ക് പെട്ടെന്നൊരു കോണ്ടൂർ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മൂക്ക് നന്നായിട്ടൊന്ന് കോണ്ടൂർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് അപ്ലൈ ചെയ്യേണ്ടത് ഒരു ബ്ലഷാണ്, ലിക്വിഡ് ബ്ലഷാണ് അല്ലെങ്കിൽ ക്രീം ബ്ലഷാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കെ ബ്യൂട്ടിയുടെ റോസ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് ഞാൻ കവിളിലൊരു 2-3 ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു മേക്കപ്പ് ലുക്കിന് ഏറ്റവും നല്ലത് ക്രീം പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഒരു ബ്രഷുണ്ട്, നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം. കാണുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നും, പക്ഷെ നമുക്ക് ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് വരുന്ന സമയത്ത്, ഫൈനൽ ലുക്ക് വരുന്ന സമയത്ത് ഇത് പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് കുറച്ച് ഇപ്പോൾ ഓവറായാലും നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്കും അത് തന്നെ സെറ്റിലായിട്ട് നമുക്ക് കറക്റ്റായിട്ട് വേണ്ട ഒരു കളറായിട്ട് വന്നോളും. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഹൈലൈറ്ററാണ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹൈലൈറ്ററിന് വേണ്ടിയിട്ട് ഞാൻ സ്ട്രോക്ക് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത്
പാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീമാണ്, ഗോൾഡാണ് ഷെയ്ഡ്. അപ്പോൾ ഇത് മോയ്സ്ചറൈസറായിട്ട്, ഹൈലൈറ്ററായിട്ട്, ഫൗണ്ടേഷൻ്റെ കൂടെ, ഫൗണ്ടേഷൻ്റെ തൊട്ട് താഴെയായിട്ട് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. മുഖം നല്ല ഹൈലൈറ്റഡ് വിത്തിൻ ഗ്ലോ തരും. നല്ലൊരു സ്ട്രോപ്പ് ക്രീമാണ് ഇത്. അപ്പം ഞാൻ ഹയസ്റ്റ് പോയിൻറ്റ്സിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നെറ്റിയിൽ, മൂക്കിൻ്റെ പാലത്ത്, ക്യൂപിഡ് ബോൾസിൽ, താടിയിൽ, കവിളിൽ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. അപ്പം തന്നെ നമുക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ലൊരു ഹൈലൈറ്റഡ് ലുക്ക് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇനിയാണ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു. ഈ ഒരു മേക്കപ്പ് ലുക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൗണ്ടേഷൻ കുറച്ച് മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു മേക്കപ്പ് ലുക്ക്. ഇനി തൊട്ട് ഞാൻ ട്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അത് പറഞ്ഞാലും എനിക്കൊരു കംപ്ലീറ്റ് ഫുൾ സെറ്റ് ഓഫ് മേക്കപ്പ് അല്ലെങ്കിൽ ഫുൾ ഫേസ് ഓഫ് കംപ്ലീറ്റ് മേക്കപ്പ് ലുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ 9to5 ഫൗണ്ടേഷനാണ്. നല്ലൊരു മാറ്റ് ഫൗണ്ടേഷനാണ്. ഞാൻ കുറച്ച് ബ്രഷിലെടുത്തിട്ട് നമ്മൾ കോണ്ടോർ അപ്ലൈ ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് അപ്ലൈ ചെയ്യുകയാണ്, കവിളിൻ്റെ അവിടെ. അപ്പോൾ കോണ്ടോർ കറക്റ്റായിട്ടിരിക്കും. നമ്മുടെ ബ്ലഷ് അങ്ങനെ തന്നെ ഇരിക്കും, ഹൈലൈറ്റർ അങ്ങനെ തന്നെ ഇരിക്കും. ഇങ്ങനെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എവിടെയൊക്കെ കൂടുതൽ വേണം, എവിടെയൊക്കെ കുറവ് വേണം എന്നുള്ളതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അഥവാ ബ്ലഷ് നമ്മൾ അപ്ലൈ ചെയ്തത് കുറച്ച് കൂടുതലാണ്, അല്ലെങ്കിൽ കുറച്ച് സ്ഥാനം കുറച്ചുകൂടെ അതിനെ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷൻ വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. കണ്ണിൻ്റെ താഴെയും മൂക്കിൻ്റെ അവിടെയൊക്കെ ഞാൻ ഒന്നും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നില്ല. കാരണം കണ്ണിൻ്റെ താഴെ ഞാൻ എന്തായാലും കൺസീലറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൺസീലർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ മൂക്കും ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നെറ്റിയിൽ മിഡിൽ സെക്ഷനിൽ മാത്രമേ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ. കാരണം ബാക്കി എല്ലാവിടെയും നമ്മൾ കോണ്ടൂർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് കറക്റ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് അല്ലെങ്കിൽ സ്പോഞ്ച് വെച്ചിട്ട് എല്ലാം ഒന്ന് ഉപ്പി ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഫൗണ്ടേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് നമുക്ക് നാച്ചുറൽ ലുക്കായിട്ട് വരും. ഇനിയാണ് നമ്മൾ കണ്ണിൻ്റെ താഴെ കൺസീലർ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ 2 കണ്ണിൻ്റെ അവിടെയും പിന്നെ എവിടെയെങ്കിലും പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ കുരുവിൻ്റെ അവിടെയൊക്കെ മുഖക്കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് അപ്ലൈ ചെയ്യാം. ഈ കൺസീലർ ഞാൻ നന്നായിട്ട് കണ്ണിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ മൂക്കിൻ്റെ 2 സൈഡും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈവൻ ആയിട്ട് വരും. ആ കോണ്ടോർ ലൈൻ ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ ഈ കൺസീലർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ബാക്കിയുള്ളത് ഞാൻ കണ്ണിൻ്റെ മേലെയും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈവൻ ആയിട്ട് വരും. അപ്പോൾ ഇതേ മാതിരി തന്നെ ഞാൻ അപ്പുറത്തെ കണ്ണിലും ചെയ്യുകയാണ്. അതിനുശേഷം ചുണ്ടിൻ്റെ അവിടെയുള്ളതും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ മൂക്കിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എവിടെയൊക്കെ ഞാൻ പറഞ്ഞ പോലെ പിഗ്മെൻറ്റേഷൻ എവിടെയൊക്കെ തോന്നുന്നുണ്ടോ അവിടേക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫൗണ്ടേഷൻ കൺസീലറും അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബ്ലഷ് കൂടുതലാണ്, ഒരുപാട് സ്ഥലത്ത് പരന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൺസീലർ ബ്രഷ് വെച്ചിട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ കേട്ടോ ഞാൻ എൻ്റെ ബ്ലഷ് പരിപാടിക്ക് അഡ്ജസ്റ്റ് ചെയ്തത്. ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗറിൻ്റെ ഒരു ലൂസ് പൗഡർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ T-zone ഏരിയ മാത്രം ചെയ്യാം. ഇപ്പോൾ ചൂടായതുകൊണ്ടും എൻ്റെ മുഖം പെട്ടെന്ന് തന്നെ ഓയിലി ആവുന്നതുകൊണ്ടും ഞാൻ ഫുൾ ഫേസും ഈ ഒരു പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മാത്രമല്ല ഞാൻ ഇനിയും ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത ശേഷം ഞാൻ ഒരു സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട്, മാറ്റ് സെറ്റിംഗ് സ്പ്രേ ആണ് നെക്സിൻ്റെ, ഈ ഒരു സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്യുകയാണ്. നമ്മുടെ മേക്കപ്പ് അങ്ങനെ തന്നെ ഇരുന്നു. ചൂട് കാലത്ത് ഇത് മസ്റ്റാണ് കേട്ടോ, കുറച്ച് നേരം ഇരിക്കണം എന്നുണ്ടെങ്കിൽ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി കണ്ണ് എഴുതാൻ പോവാണ്. മേലെ മാത്രം വാട്ടർ ലൈനിൽ എഴുതി കൊടുക്കുകയാണ്. ഇത് ലോറിയലിൻ്റെ കാജലാണ്. ജസ്റ്റ് അവിടെ മാത്രം ഒന്ന് എഴുതി കൊടുക്കുകയാണ്. ആ അണ്ടർ ഐ നമ്മൾ കൺസീൽ ചെയ്തപ്പോൾ തന്നെ നല്ല ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട്. പറയാം, നമ്മൾ കുറച്ച് ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അത്ര പോലും ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വീണ്ടും ഷുഗറിൻ്റെ ആ ലൂസ് പൗഡർ വെച്ചിട്ട് വീണ്ടും നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പ് ഒരു 6-7 hours അനങ്ങാതിരുന്നോളും.
ഞാനിവിടെ ഷുഗറിൻ്റെ ഐ ഷാഡോ പാലറ്റ് എടുക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ പാലറ്റാണ്. അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് അതിൽ 2 ഷെയ്ഡ് മാത്രമേ മാറ്റുള്ളൂ, ബാക്കി എല്ലാം ചെറിയൊരു ഷിമ്മറുള്ള ഷെയ്ഡ്സാണ്. അതിൽ ഒരു ഏറ്റവും ലൈറ്റായിട്ടുള്ള മാറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഐലിഡ്സിൽ മൊത്തം നമ്മുടെ ക്രീസിലും കൺപോളയിലും മൊത്തമായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. നല്ല ഈവൻ ആയിട്ടുള്ളൊരു ലുക്ക് വരാൻ വേണ്ടിയിട്ട്. കണ്ണിൻ്റെ താഴെ ഈ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു പർപ്പിൾ കലർന്ന ഒരു ബ്രൗൺ ഷെയ്ഡാണ്. അത് കണ്ണിൻ്റെ താഴെ ഒരു ചെറിയൊരു 1/3 ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കോപ്പർ ഗോൾഡ്, റോസ് ഗോൾഡ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് നമ്മൾ ഐലൈനർ വരയ്ക്കുന്ന മാതിരി, കണ്ണിൻ്റെ മേലെ ഐലൈനർ വരയ്ക്കുന്ന മാതിരി ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഒരു തിൻ ബ്രഷ് വെച്ചിട്ട്. അപ്പോൾ നല്ലൊരു ചെറിയൊരു സട്ടിലായിട്ടുള്ളൊരു ഷിമ്മറുണ്ട്. നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാനിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഐ ലൈനർ ലുക്ക്. നമ്മുടെ കയ്യിൽ അല്ലാതെയുള്ള ലൈനർ ഇല്ലെങ്കിലും ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഐ ഷാഡോ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഫൈനൽ സ്റ്റെപ്പ് മസ്കാരയാണ്. അപ്പോൾ ഞാൻ നൈക്കയുടെ ഈ ഒരു ഹൈപ്പർ കേൾ മസ്കാര അപ്ലൈ ചെയ്യുകയാണ്. അതേപോലെ തന്നെ കണ്ണിൻ്റെ താഴെയുള്ള ലാഷസിലും അപ്ലൈ ചെയ്യുകയാണ്. ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ലവ് എർത്തിൻ്റെ ഈ ഒരു പിങ്ക് കളർ ലിപ്സ്റ്റിക്കാണ്. നല്ല ബ്യൂട്ടിഫുൾ ലിപ്സ്റ്റിക്കാണ്. ഒന്നുകൂടെ ബ്ലഷ് ടച്ച് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നല്ല പെർഫെക്റ്റ് ആയിട്ടില്ലേ, നമ്മൾ നേരെ തലതിരിഞ്ഞ രീതിയിലാണ് ഈ മേക്കപ്പ് ചെയ്തത് തന്നെ. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യുക. ബൈ ബൈ.